ഞങ്ങളെ ഫാമിലിയിലെ ആദ്യത്തെ കല്യാണാണ്. സോറി, ആദ്യത്തെ ആ കുട്ടികൾ നമ്മുടെ അനന്തരം മരുമകന്നല്ലേ പറയണ്ടേ, ഞങ്ങള് മനു കളിക്കും. ഇവിടെ എല്ലാരും കൂടി നിൽക്കല്ലേ, എനിക്ക് നാടകോട് ഓ അത് തന്നെ ഫോട്ടോ അല്ല സംസാരിക്കുന്നു വീഡിയോ. ഓ ഇപ്പൊ വീഡിയോ സംസാരിച്ചോണ്ടിരിക്കും. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് ഞങ്ങളുടെ കല്യാണമാണ്. ഒരുപാട് നാള് വെയിറ്റ് ചെയ്ത് എക്സൈറ്റഡ് ആണ് നല്ല. അപ്പോൾ അവളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെക്കാട്ടി കുറച്ചുകൂടെ വൈവാണ്. എന്ത് കാര്യം ഷെയർ ചെയ്താലും അതിന് എനിക്ക് നല്ല പോസിറ്റീവായിട്ട് മാത്രം മറുപടി വരും. എന്തും ധൈര്യമായിട്ട് ചെയ്യാൻ എന്നെക്കാട്ടി കൂടുതൽ ധൈര്യമുള്ളവളാണ്. നമ്മൾ തമ്മിലുള്ള ഒരു വൈബ് അത്രയും സിങ്കാണ്. ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുന്ന കല്യാണമായിരുന്നു. 1.5 വർഷം ഇവർ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട്. അപ്പൊ അത്രയും ഭയങ്കര എക്സൈറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് കല്യാണത്തിന് വേണ്ടിയിട്ട്. പിന്നെ ആദ്യം പറയുകയാണെങ്കിൽ ആദ്യം അടിപൊളിയാണ്, കൂളാണ്, സൂപ്പറാണ്. മനം തൊടുന്നിതാ കടൽ കാറ്റിൻ കുളിർ പടർന്നിതാ വെൺമുഖിൽ അണിഞ്ഞിരുന്നിതാ നന്ദന ആയാലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. രണ്ടുപേരും നല്ല മാച്ചാണ്. വെയിറ്റ് ഫോർ ഈച്ച് അതർ. പിന്നെ ഞങ്ങൾ ഈ മരുമക്കൾ ടീം എന്ന് ഫസ്റ്റ് ഉള്ള കല്യാണം, ആദ്യത്തെ കല്യാണമാണ്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും വിവാഹ മംഗളദിന ആശംസകൾ. ചേർന്നിരുന്നു നാം ചെയ്ത സ്വപ്നങ്ങളോ കാതങ്ങൾ താണ്ടാനൊരുങ്ങി നേരം മാംഗല്യം തന്തുനാനേന മമ ജീവനഹേതുന കണ്ടേ ഭദ്രാമി ശുഭഗേ ത്വം ജീവ ശരദാശതം മാംഗല്യം തന്തുനാനേന മമ ജീവനഹേതുന കണ്ടേ ഭദ്രാമി ശുഭഗേ ജീവ ശരദാശതം. ഞങ്ങളിടയിൽ പ്രണയം സ്റ്റാർട്ട് ചെയ്തത് ആദ്യമായിട്ട് ഞാനാണ് ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. കാരണം ഞങ്ങൾ കോളേജ് ഫ്രണ്ട്സ് ആയിരുന്നു. കോളേജിൽ ഞാൻ ഫസ്റ്റ് ചെന്ന് കയറുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ആദ്യമായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് സംസാരിച്ച് ഏകദേശം കുറച്ച് നാൾ നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോഴും നമ്മളിപ്പോൾ ഒരാളുടെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് തിരിച്ച് നമ്മളോട് സംസാരിക്കുന്നത്, അതിലാണ് ഒരാളുടെ വ്യക്തിത്വം ഇരിക്കുന്നത്. അന്ന് ആദ്യം എന്നോട് സംസാരിച്ചത് ഒരു പക്ക നീറ്റായിട്ടാണ്. ആ സ്വഭാവത്തിൽ ഞാൻ വീണുപോയി. പിന്നെ അത് അന്ന് തുടങ്ങി ഇന്ന് വരെ അങ്ങനെയാണ്. അത് എനിക്ക് ആദ്യയുടെ ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ അവന്റെ സ്വഭാവമാണ്. പിന്നെ ബാക്കിയുള്ളവരുടെ അടുത്തായാലും അവന്റെ പെരുമാറ്റം നല്ലതാണ്. പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതാണ് ആദി. എൻ്റെ ഓരോ ആവശ്യങ്ങളും ഞാൻ ഫസ്റ്റ് പോയി ചെന്ന് പറയുന്നത് ആദിയുടെ അടുത്താണ്. അത് അതുപോലെ സാധിച്ചു തരാറുണ്ട്. എൻ്റെ തെറ്റുകൾ കണ്ടാലും എല്ലാം എന്നെ നേർവഴിക്ക് കൊണ്ടുപോകുന്ന സത്യം പറഞ്ഞാൽ ആദിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വിഷമമായാലും സങ്കടമായാലും ഞാൻ ഓടിച്ചെന്ന് പറയാവുന്നത് ആദിയുടെ അടുത്താണ്.
சிறகாய் உயர்ந்தாலினி சுகமாய் காணாத காற்றாய் தூவும் மழையாய் அழகான காதல் கடலாய் அழியாத மூக்கு மணியாய்